നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം MG യൂണിവേഴ്സിറ്റിയിൽ 2024-26 അക്കാഡമിക വർഷത്തേക്കുള്ള BEdന് ആപ്ലിക്കേഷൻ ക്ഷണിക്കുകയുണ്ടായി. ഞാൻ തൊട്ട് മുന്നേ തന്നെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഒക്കെ. അതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞിരുന്നു വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന 1-2 ചേഞ്ചസ് അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഏതൊക്കെ വിഷയങ്ങളിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതായിരുന്നു അതിൽ പ്രധാനമായിട്ടും. പലപ്പോഴും എല്ലാവരുടെയും സംശയം അത് തന്നെയാണ്, ഏതൊക്കെ വിഷയം പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. നമ്മൾ സാധാരണ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു BEd, ഈ വർഷം വരെ തുടർന്ന് വന്ന BEdൻ്റെ ഘടന അനുസരിച്ച് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് BEd ചെയ്യാനുള്ള ഓപ്ഷൻ വളരെ കുറവായിരുന്നു. അതായത് MCA കഴിഞ്ഞവർക്ക് മാത്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് BEd ചെയ്യാനായിട്ട് അവസരമുണ്ടായിരുന്നു. അത് മാത്തമാറ്റിക്സിലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് MG യൂണിവേഴ്സിറ്റിയിൽ ഇന്നലെ വന്ന പ്രോസ്പെക്ടസിനകത്ത് ഫിസിക്കൽ സയൻസ് ഓപ്ഷണൽ സബ്ജക്റ്റിലും അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഓപ്ഷണൽ സബ്ജക്റ്റിലും BSc കമ്പ്യൂട്ടർ സയൻസുകാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏറ്റവും സന്തോഷകരമായൊരു വാർത്തയാണ്. കാരണം ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരുന്നത് BSc കമ്പ്യൂട്ടർ സയൻസുകാരുടെ സംശയങ്ങളായിരുന്നു. കാരണം ഞങ്ങൾക്ക് എങ്ങനെ BEd ചെയ്യാൻ കഴിയും എന്നുള്ളത്. BSc മാത്രം വെച്ചിട്ട് നമുക്ക് BEd ചെയ്യാനും കഴിയില്ലായിരുന്നു. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു ഓപ്ഷൻ തന്നെ പണ്ട് MG യൂണിവേഴ്സിറ്റി നടത്തി വന്നിരുന്നു കുറച്ച് കാലത്തേക്ക്. പിന്നീട് അത് കുട്ടികൾ ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ആ ഓപ്ഷൻ അങ്ങ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ കുറച്ച് പേര് മാത്രമാണ് കമ്പ്യൂട്ടർ സയൻസിൽ BEd ക്വാളിഫൈഡ് ആയിട്ട് കേരളത്തിനുള്ളിലുള്ളത്. കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിലും കമ്പ്യൂട്ടർ സയൻസ് BEd നടക്കാത്തത് കൊണ്ട് തന്നെ പുറത്ത് എവിടെ നിന്നെങ്കിലും നമ്മൾ BEd ചെയ്ത് വന്നാൽ തന്നെ കേരള യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളോ ഒന്നും തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റും കൊടുത്തിരുന്നില്ല. കാരണം ഇവിടെ അങ്ങനെ ഒരു കോഴ്സ് റൺ ചെയ്യുന്നെങ്കിൽ മാത്രമല്ലേ അതിന് ഇക്വലൻ്റ് ആണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് വന്ന് അധ്യാപകരാകാൻ ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു നല്ലൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇന്നലെ ഈ പ്രോസ്പെക്ടസിൽ കണ്ട ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ സ്പെഷ്യൽ BEdൻ്റെയും MG യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ BEdൻ്റെ കോളേജുകളുടെ ഡീറ്റെയിൽസും അതും എല്ലാം തന്നെ പ്രോസ്പെക്ടസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ തന്നെ വളരെയധികം പോസിറ്റീവായിട്ട് എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം കമ്പ്യൂട്ടർ സയൻസിന് ഇനി PSCയിലെ പോസ്റ്റിംഗ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുവരെയും HSA കമ്പ്യൂട്ടർ സയൻസ് എന്നോ അല്ലെങ്കിൽ സ്കൂൾ തലത്തിലോ നമുക്ക് BEd ഉള്ളവർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചവർക്ക് അതുപോലെയുള്ള പോസ്റ്റുകളൊന്നും തന്നെ, അധ്യാപക പോസ്റ്റുകളൊന്നും തന്നെ ഇതുവരെയും ഇല്ലായിരുന്നു. വരുന്ന NEPയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള പോസ്റ്റിംഗ് തുടങ്ങുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് സാധ്യതകൾ വളരെയേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ BSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ MSc ഒക്കെ പഠിച്ച് നിൽക്കുന്നവർക്ക് ഇപ്പോൾ BEd ചെയ്യാനുള്ള ഒരു നല്ലൊരു അവസരമാണ്. ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതുവരെ കാത്തിരുന്നവർക്കൊക്കെ തന്നെ അതിനുള്ളൊരു നല്ല അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസും അതുപോലെ സ്പെഷ്യൽ BEdും ഒക്കെ കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലും പലതിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. നമുക്ക് നോർമലി BEdന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 10+2+3 പാറ്റേണിൽ നമ്മൾ പഠിച്ചു വന്ന ഡിഗ്രിയാണ് മെയിൻ സബ്ജക്റ്റ്. അതായത് കോംപ്ലിമെൻ്ററിയും അതുപോലെ സബ്സിഡിയറീസ് അല്ലെങ്കിൽ സബ്സിഡിയറി സബ്ജക്റ്റും മെയിൻ സബ്ജക്റ്റും ഒക്കെ ആയിട്ട് പഠിച്ചു വന്ന 3 വർഷത്തെ ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് കേരളത്തിനകത്തുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നായാലും നമുക്ക് MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചവർക്ക് മാത്രമേ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ടി വരുന്നുള്ളൂ. ഇത് കൂടാതെ നമുക്കുള്ളത് ഡബിളോ അല്ലെങ്കിൽ ട്രിപ്പിൾ മെയിനോ പാസ്സായി വന്ന കുട്ടികളാണെങ്കിൽ, അത് MG യൂണിവേഴ്സിറ്റി തന്നെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ പ്രശ്നമില്ല, അവർ ഇക്വലൻസി വാങ്ങണ്ട. പക്ഷേ നമ്മൾ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വന്നവരാണെങ്കിൽ നമുക്ക് അവർക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതിലാണോ, ഇപ്പോൾ ഡബിൾ മെയിൻ ആണ്, അതിലേത് സബ്ജക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മൾ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ടാണ് പഠിച്ചു വന്നിട്ടുള്ളവർ, അവർ തന്നെയും ഇപ്പോൾ നമുക്ക് BEdന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ ഏത് വിഷയത്തിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇനി ഇതുപോലെ ഇപ്പോൾ ട്രിപ്പിൾ മെയിനും ഡബിൾ മെയിനും ഒക്കെ പറഞ്ഞ പോലെ ഓണേഴ്സ് ഡിഗ്രി ഉണ്ട്. BA BSc ഒക്കെ ഓണേഴ്സ് ഡിഗ്രി പാസ്സായവർക്ക് നമുക്ക്
അത് അവരുടെ സബ്ജക്റ്റിൽ BEd ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക, BVoc അതായത് വൊക്കേഷണൽ കോഴ്സുകൾ ചെയ്തവർക്ക് നമുക്ക് BEd പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഇനി ഔട്ട്സൈഡ് സ്റ്റേറ്റിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു. അവർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിയാൽ മാത്രമേ അവരുടെ സർട്ടിഫിക്കറ്റ് കൺസിഡർ ചെയ്യത്തുള്ളൂ. അത് എല്ലാ നിയമങ്ങൾക്കും ബാധകമായിട്ടുള്ള രീതിയിലുള്ള കോഴ്സും തന്നെ ആയിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വിഷയത്തിനും ഏതൊക്കെ ആണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടുന്ന മാർക്കുകളും അതിൻ്റെ സബ്ജക്റ്റുകളും നോക്കാം. നമുക്ക് ഇംഗ്ലീഷ് BEd ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഡിഗ്രി BA ഡിഗ്രി വിത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറോ അല്ലെങ്കിൽ ഫങ്ഷണൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷോ വേണം. ഇതിന് 50% മാർക്ക് നമ്മൾ പാർട്ട് 3ക്ക് അഗ്രഗേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ 50% മാർക്ക് MAക്കോ നമുക്ക് PG ആണുള്ളതെങ്കിൽ PGക്ക് 50% മാർക്ക് ഉണ്ടായിരുന്നാലും മതി. ഇത് 3 വിഷയങ്ങളും തന്നെയാണ് PGക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷോ അല്ലെങ്കിൽ നമുക്ക് ഫങ്ഷണൽ ഇംഗ്ലീഷോ ഉള്ളവർക്കും ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് BAക്കോ BSCക്കോ പാർട്ട് 1 ഇംഗ്ലീഷിന് 50% കുറയാതെ മാർക്ക് കിട്ടുകയും മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് ടോട്ടലായിട്ട് 50% മാർക്ക് കിട്ടുകയും ചെയ്താലും മതി. മറ്റത് നേരത്തെ പറഞ്ഞതിന് പാർട്ട് 3ക്കാണ് ഞാൻ 50% മാർക്ക് വേണമെന്നുള്ളത് പറഞ്ഞത്. ഒരു പക്ഷേ നിങ്ങൾക്ക് പാർട്ട് 3ക്ക് 50% മാർക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ BAക്കോ അല്ലെങ്കിൽ BSCക്കോ ഒക്കെ പാർട്ട് 1 ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരുന്നാലും കൺസിഡർ ചെയ്യും. ഇനി ഈ ലാംഗ്വേജ് സബ്ജക്റ്റുകൾക്ക് എല്ലാം ഇങ്ങനെ തന്നെയാണ്. മലയാളത്തിന് നമുക്ക് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിച്ചവർക്കാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് ഇതുപോലെ തന്നെ റൂൾ ഇതുപോലെ തന്നെയാണ്. MAയുടേതും കൺസിഡർ ചെയ്യുന്നതാണ്. ഹിന്ദിക്കും ഇതുപോലെ തന്നെയാണ്. ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറോ ഫങ്ഷണൽ ഹിന്ദിയോ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സാൻസ്ക്രിറ്റിനും ഇതുപോലെ തന്നെയാണ്. സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന് 50% മാർക്ക് പാർട്ട് 3ക്ക് അഗ്രഗേറ്റ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ MAക്ക് ഉള്ളവർക്കോ നമുക്ക് MAക്ക് വരുന്നത് മെയിൻ സബ്ജക്റ്റിന് വരുന്നവർക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അറബിക്ക് കൂടി ലാംഗ്വേജിൻ്റെ കൂട്ടത്തിലുണ്ട്. അറബിക്കും ഇതുപോലെ തന്നെയാണ്. അറബിക്ക് BA ഡിഗ്രി വിത്ത് അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഫ്സൽ ഉലമയോ അറബിക്ക് വിത്ത് 50% മാർക്ക് ഉണ്ടെങ്കിൽ പാർട്ട് 3ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. MA ആയാലും അതുപോലെ തന്നെയാണ്. ഒരുപക്ഷേ പാർട്ട് 3ക്ക് ആ പാർട്ട് 2ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ BA BSCക്കോ നമ്മൾ അറബിക്ക് സബായിട്ട് എടുക്കുകയും അതിന് പാർട്ട് 2ന് 50% ഉണ്ടായിരിക്കുകയും പിന്നെ ടോട്ടൽ MAക്ക് നമുക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ BA മാർക്കാണ് നമ്മൾ ബേസിക്കായിട്ട് BEdന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അതായിരിക്കും ആദ്യം റാങ്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞായിരിക്കും PGക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത്. അടുത്തതായി ഫിസിക്കൽ സയൻസിലും നാച്ചുറൽ സയൻസിലുമാണ് വലിയൊരു ചേഞ്ച് വന്നതായിട്ട് ഞാൻ ആദ്യമേ തന്നെ വീഡിയോയിൽ പറഞ്ഞത്. മാത്തമാറ്റിക്സിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് BSc ഡിഗ്രി വിത്ത് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഇതാണ് ഇത്തവണ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച്. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കും BSc കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കും 50% മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ മാത്തമാറ്റിക്സ് MSc ആണ് എങ്കിൽ പോലും നമുക്ക് ആ മാർക്ക് വെച്ചിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് കാണുന്നില്ല. MSc മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷണൽ റിസർച്ച് ഇത്രയുമാണ് നമ്മൾ പഠിച്ചവർക്കാണെങ്കിലും ആ മാർക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ BSc കമ്പ്യൂട്ടർ സയൻസുകാരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അവസാനത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവാം ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാത്തമാറ്റിക്സ് പഠിച്ചവർക്ക് തന്നെയാണ്. അത് കഴിഞ്ഞാണ് കമ്പ്യൂട്ടർ സയൻസുകാരെ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫിസിക്കൽ സയൻസിൻ്റെ കേസിലും ഫിസിക്സ്, കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, ജിയോളജി, ഫോട്ടോ കെമിക്കൽസ്, ബയോ കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, ഇലക്ട്രോണിക്സ് വിത്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. പലപ്പോഴും ചോദിച്ചിരുന്നതാണ് ഇലക്ട്രോണിക്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ ഫിസിക്സ് ഇൻസ്ട്രുമെൻറ്റേഷനും ഫിസിക്സ് മോഡൽ 3 ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് മെയിൻ്റനൻസ്, കെമിസ്ട്രി എൻവയോൺമെൻറ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് 50% മാർക്ക്. അവിടെയും കമ്പ്യൂട്ടർ സയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് മാത്തമാറ്റിക്സിനും കൊടുക്കാം, ഫിസിക്കൽ സയൻസിനും കൊടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ. അത് വളരെ കൃത്യമായിട്ട് ഈ സബ്ജക്റ്റുകളൊക്കെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ MSc ചെയ്തവരെയും പരിഗണിക്കുമെന്ന് പറഞ്ഞു. MScയുടെ മാർക്ക് വെച്ചിട്ടും പരിഗണിക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് നാച്ചുറൽ സയൻസ് നോക്കാം. നാച്ചുറൽ സയൻസിന് ബോട്ടണിയോ സുവോളജിയോ ബയോ കെമിസ്ട്രിയോ പ്ലാന്റ് സയൻസോ അല്ലെങ്കിൽ ഹോം സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി വിത്ത് സുവോളജി ഓർ ബോട്ടണി ഫിസിയോളജി സബ്സിഡിയറി വരുന്നത്. പിന്നെ അക്വാകൾച്ചർ ഉണ്ട്, അതിനും
ബയോകെമിസ്ട്രിയോ സുവോളജിയോ സബ്സിഡറി വരണം. ദെൻ ബയോളജിക്കൽ ടെക്നിക്സ് അതിൻ്റെ സ്പെസിമെൻ പ്രിപ്പറേഷനാണ്, അതിലും ബയോകെമിസ്ട്രിയോ അല്ലെങ്കിൽ സുവോളജിയോ സബ്സിഡറി ഉണ്ടായിരിക്കണം. ദെൻ സുവോളജി വിത്ത് സെറികൾച്ചർ, അതിന് ബോട്ടണി കമ്പൽസറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്സിഡിയറി സബ്ജക്റ്റ് ഗ്രാജുവേറ്റ് ലെവലിനെ പഠിച്ചിരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. അതുപോലെ ബയോടെക്നോളജി അല്ലെങ്കിൽ മൈക്രോബയോളജി, ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, അതിനെല്ലാം നമുക്ക് 50% മാർക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി 50% മാർക്ക് MSCക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടണിയോ സുവോളജിയോ ബയോകെമിസ്ട്രിയോ അതുപോലെ പ്ലാന്റ് സയൻസോ സൈക്കോളജിയോ ഒക്കെ പഠിച്ചവർക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അവർക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സുവോളജി, ബോട്ടണി, ബയോകെമിസ്ട്രി, സൈക്കോളജി ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ സബ്ബായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത സോഷ്യൽ സയൻസിൻ്റെ കേസിൽ വന്നാൽ BA ഡിഗ്രി വിത്ത് ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, ഫിലോസഫി, ഇത് എല്ലാം തന്നെ നമ്മൾ പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയൂ. അതിൽ BSc ഡിഗ്രി ഇൻ ജോഗ്രഫി വിത്ത് 50% മാർക്കുള്ളവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അല്ലെങ്കിൽ MSW ഉണ്ട്, MA ഇസ്ലാമിക് W. MSWൻ്റെ കാര്യം ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോഷ്യൽ വർക്ക് പഠിച്ചവർക്കും നമുക്ക് അതിൻ്റെ PG ഉണ്ട് എന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസിൽ B.Ed ചെയ്യാനായിട്ട് സാധിക്കും. വെസ്റ്റേൺ ഏഷ്യൻ സ്റ്റഡീസ് ഇതിനകത്ത് വരുന്നുണ്ട്, അപ്പോൾ അതും ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. ഗാന്ധിയൻ സ്റ്റഡീസ് ഉണ്ട്, ഇൻ്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്. കാൻഡിഡേറ്റ്സ് ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി, സോഷ്യോളജി, ഈ സബ്ജക്റ്റുകൾ നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചിരിക്കണം. കോമേഴ്സ് ഗ്രാജുവേറ്റ്സിന് നമുക്ക് സോഷ്യൽ സയൻസ് B.Ed അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇനി വരുന്ന ഡീറ്റെയിൽസ് നോക്കാം. കൊമേഴ്സ് പഠിച്ചവർ പ്രത്യേകം ശ്രദ്ധിക്കുക, PG ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. 50% മാർക്ക് വേണം. അതുപോലെ തന്നെയാണ് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റിക്കും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിക്കും നമുക്ക് B.Ed ചെയ്യാനായിട്ട് സ്പെഷ്യൽ B.Ed കൂടി ഇതിനോടൊപ്പമാണ് ആപ്ലിക്കേഷൻ വിളിച്ചേക്കുന്നത്. ഏത് വിഷയത്തിലും ആയാലും വേണ്ടില്ല, നമുക്ക് ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ 50% മാർക്കിലുള്ളൊരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റിയിൽ ചെയ്യാനായിട്ട് B.Ed ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ലേണിംഗ് ഡിസബിലിറ്റിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു എലക്റ്റീവ് എലിജിബിളാണ്, വെയിറ്റേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിക്കാണെങ്കിൽ നമുക്ക് എനി ഗ്രാജുവേറ്റ് ലെവൽ ഡിഗ്രി എക്സാമിനേഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ റെക്കഗ്നീഷനുള്ള ഏത് ഡിഗ്രിക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഡിസബിലിറ്റി സ്റ്റഡീസുമായിട്ട് എലിജിബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് 5 മാർക്ക് വെയിറ്റേജും ഒക്കെ കിട്ടുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിപ്ലോമ എടുത്തതിന് ശേഷം നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഡിപ്ലോമ എടുത്തതിന് ശേഷം 5 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിരിക്കണം. നമുക്ക് റിലാക്സേഷനും അതുപോലെ 5 മാർക്ക് കിട്ടുന്നുണ്ട്. 5% മാർക്ക് ഏജ് റിലാക്സേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. MG യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ ആദ്യമായിട്ട് B.Ed ഈ വർഷത്തേക്കുള്ളത് ആപ്ലിക്കേഷൻ സ്വീകരിച്ചത്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. MG യൂണിവേഴ്സിറ്റിയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയും കൃത്യമായി ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കട്ടും കണ്ണൂരും ഒക്കെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തൊട്ടടുത്ത ആഴ്ചകളിലോ അല്ലെങ്കിൽ ഈ ഒരു 2-3 വീക്കിനുള്ളിൽ തന്നെയോ ആപ്ലിക്കേഷൻസ് വിളിക്കാനുള്ള സാധ്യതയുണ്ട്. ഏവരും തയ്യാറായിരിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നുണ്ട്. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.